ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു ഫ്രൂട്ട്സ് പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടി പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആപ്പിൾ മുറിച്ചിട്ട് കൊടുക്കാം. ഇത് കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇത് അരക്കപ്പ് പാൽ ഒഴിച്ച് കലക്കിയെടുക്കാം. ഇനി 1.5 കപ്പ് പാലെടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 3 ടീസ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. മിൽക്ക് മേഡ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചാലും മതി. നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. പാല് ചൂടായി വരുമ്പോൾ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുപ്പിൽ നിന്ന് മാറ്റാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന് തണുക്കാൻ വെക്കാം. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഏത് ഫ്രൂട്ട്സാണോ നിങ്ങളെ കയ്യിലുള്ളത് അതെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ബ്രെഡ് വെച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷനായിട്ട് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിന് ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. ഇപ്പോൾ ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ള പുഡിങ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക.